നമസ്കാരം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എത്ര കേട്ടാലും അത് വാങ്ങുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് എല്ലാവരും. അമിത മദ്യപാനം മൂലം ഇല്ലാതാകുന്ന ഒരുപാട് പേരുടെ വാർത്തകളാണ് ഇപ്പോൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വയം സംരക്ഷിക്കാൻ പോലും ആകാതെ മദ്യത്തിന്റെ ആസക്തിയിൽ പെട്ടുപോകുന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യുന്നു എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അത്തരം ചില വാർത്തകൾ കൂടിയാണ് ഇന്ന് 20th അവർ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം നിഗൂഢതകളുടെ 20ാം മണിക്കൂറിലേക്ക്. മദ്യപാനം മനുഷ്യനെ എത്രത്തോളം ചിന്താശേഷിയില്ലാത്തവനാക്കും, ക്രൂരനാക്കും എന്നതിന് ഉദാഹരണമാണ് കാൺപൂരിൽ നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം തുറന്നു കാട്ടുന്നത്. മദ്യപാനത്തെ തുടർന്നുള്ള തർക്കത്തിനൊടുവിൽ സുഹൃത്തുക്കൾ ചേർന്ന് ഒരാളെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ ഒപ്പമുണ്ടായിരുന്ന അയാളുടെ സഹോദരനെയാകട്ടെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. കൃഷിയും ഹോർട്ടിക്കൾച്ചറും ഒക്കെ ചെയ്ത് സമാധാനമായി ജീവിച്ചു പോന്നിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു ഭോവാൽപുര സ്വദേശിയായ 28-കാരൻ വിശാൽ നിഷാദ്. ഞായറാഴ്ച വൈകുന്നേരം വിശാലിന്റെ സുഹൃത്തുക്കളായ 5 പേർ ചേർന്നാണ് വിശാലിനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ബനിയാപൂർവ സ്വദേശികളായ സണ്ണി, ആകാശ്, രവി, ആശിഷ്, ഗോവിന്ദ് എന്നിവരായിരുന്നു ആ സുഹൃത്തുക്കൾ. സമീപത്ത് തന്നെയുള്ള ധനോപൂർവ എന്ന ഗ്രാമത്തിൽ വെച്ച് മദ്യപിക്കുന്നതിനിടെ എന്തൊക്കെയോ വിഷയത്തെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കത്തിലാവുകയായിരുന്നു. ആ തർക്കം അപ്പോൾ തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഇടപെട്ട് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. എന്നാൽ ആ തർക്കം തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെട്ടെങ്കിലും ഗ്രാമത്തിലേക്ക് മടങ്ങുന്നതിനിടെ ഇവർ തമ്മിൽ വീണ്ടും വാക്കുതർക്കത്തിലാവുകയായിരുന്നു. ആ തർക്കം പിന്നീട് രൂക്ഷമായി. പിന്നാലെ തന്നെ വിശാലിന്റെ സുഹൃത്തുക്കളായ 5 പേർ ചേർന്ന് ഇഷ്ടികയും കല്ലുമൊക്കെ ഉപയോഗിച്ച് വിശാലിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കൂടാതെ അത് തടയാൻ ശ്രമിച്ച വിശാലിന്റെ സഹോദരൻ പുനീത്, സുഹൃത്ത് രാഹുൽ എന്നിവരെയും അവർ ക്രൂരമായി മർദ്ദിക്കുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. घटना क्या हो गई, बनियापुरवा गांव में हमारे भाई को मोमोज खाने के बहाने रोका और रोक के उसके साथ मारपीट और ये सब करने लगे. उसको जान से ही मार दिया. उनकी मंशा तो खैर नहीं बता सकते क्या थी, लेकिन वही थे, आपस के ही लोग थे. बनियापुरवा गांव में जो सब लोग हैं, 4, 5, 6 नाम जो भी दिए गए हैं, विसल्ली है, सनी है और गोविंद है, ये मतलब 4-5 जो लोगों के नाम है, यही सब लोगों ने उसको वहीं पे मोमोज खाने के बहाने रोका और उसके बाद मारपीट करने लगे. छोटा वाला भाई और 3 लोग साथ में थे. ये गए थे गैस सिलेंडर भराने. गैस सिलेंडर भरा के वापस आए तो बनियापुरवा चौराहे पे बनियापुरवा का है विष्णु लड़का, उसने विशाल को रोक लिया मोमोज खाने के बहाने कि आओ मोमोज खिलाते हैं. और छोटा वाला भाई और ये लोग इनसे, विशाल ने वहीं उतर गया पुलिस चौकी के पास और इससे कहने लगे, पुनीत और जो राहुल था, ये दोनों लोग गैस सिलेंडर रखने के लिए घर चले आए. घर से जब वापस विशाल को लेने पहुंचे तो वहां देखा ये 4-5 लोग जिनके नाम बताए हैं, ये सारे लोग वहां पे उसको मार रहे थे. विशाल को ईंट पत्थर कुल्हाड़ी ईंटा डंडा जो भी उनके पास रहा उससे मार रहे थे. तो ये लोग बचाने पहुंचे तो इन लोगों को भी मारा पीटा और वो लोग भी पूरी तरीके से घायल हैं, हैलट अस्पताल में भर्ती हो रखे हैं. ഈ ആക്രമണ വിവരം അറിഞ്ഞെത്തിയ പോലീസാണ് പിന്നീട് പരിക്കേറ്റ ആളുകളെയും വിശാലിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ഡോക്ടർമാർ വിശാൽ മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു. നിലവിൽ പ്രദേശത്ത് വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഗ്രാമത്തിൽ പോലീസ് സേനയെ കൂടി വിന്യസിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതായും പ്രതികളെ പിടികൂടുന്നതിനായി 3 പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചതായും പോലീസ് അറിയിച്ചു. നിലവിൽ 5 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. नवाबगंज थाना क्षेत्र के बनियापुरवा ग्राम पंचायत के में ये दोनों पक्ष जो हैं वो एक ही ग्राम सभा के रहने वाले हैं. आज शाम को आपस में छिटाकशी लेकर के आपस में पत्थरबाजी की घटना हुई है, जिसमें एक व्यक्ति की मृत्यु हो गई है और 2 लोगों को चोटें आई हैं. तीनों का इलाज चल रहा है. दोनों पक्ष जो हैं वो एक ही जाति के हैं. बाकी विस्तृत जांच की जा रही है, विस्तृत पूछताछ की जा रही है. अब तक 5 लोगों को हिरासत में लिया गया है, उनसे भी विस्तृत पूछताछ की जा रही है. घटना के बारे में जानकारी की जा रही है. दोषियों की गिरफ्तारी के लिए 3 टीमें गठित की गई हैं
लगातार प्रयास किया जा रहा है। जो भी दोषी हैं उनको शीघ्र गिरफ्तार करके उनके विरुद्ध बहुत ही सख्त कार्रवाई की जाएगी। ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് വിശാലിന്റെ കുടുംബം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വിശാലിന്റെ മൃതദേഹവുമായി എത്തിയായിരുന്നു ബന്ധുക്കളുടെ പ്രതിഷേധം. പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഈ പ്രതിഷേധമൊക്കെ ഉണ്ടായത്. बनियापुरवा गांव में मेरे देवर को लेके गए हैं विशाल को और वहाँ पे उसको मारे ने जान से मार दिया। जो लेके गए थे विशाल को लेके गए थे। बिसल्ली नाम है, सनी नाम है और दो को मुझे अभी नाम क्लियर नहीं पता है। कितने लोग थे जो लेके गए थे? कुल 4-5 लोग थे। किस बहाने से बुला के ले गए? वो दोस्ती यारी में लगा के गए थे। दोस्ती यारी में? जी। फिर क्या हुआ? फिर उसको वहाँ पे पिलाए खिला के जो भी किया वो मारा है नशे में करके। उसके हाथ पैर पूरा सारा सब फाड़ दिया पूरा। घटना क्या, यही दोस्ती उस्ती में मेल व्यवहार से उनको ले गए, पिलाया खिलाया, बस उनको मारने पीटने लगे। उनका दूसरा भाई वहाँ से फोन आया तो दूसरा भाई पहुंचा तो उसको भी मार रही। एक को ज्यादा घायल हो गई, उसके भाई के सर फटा है और जो बचाने वाले थे उनको भी कह रहे कोई भी आएगा उसको भी मारेंगे। यही आपने नाम अभी सुना तो बिसल्ली है, सनी है। अब हम लोग तो वहाँ थे नहीं और 10-7-8 लोग थे और को नाम नहीं पता है और अज्ञात में है और लोग। മദ്യപാനം മൂലം ആളുകൾ കൊല്ലപ്പെടുന്ന വാർത്ത ഇപ്പോൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. നമുക്ക് ചുറ്റും മദ്യത്തിന്റെ ലഭ്യത വർദ്ധിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള ക്രൂരതകളും വർദ്ധിക്കുകയുള്ളൂ. സ്വയം കരുതുക എന്നതിനപ്പുറം ഇനിയൊന്നും ഇതിൽ ആർക്കും ചെയ്യാനാകില്ല. പ്രതികൾക്ക് അർഹമായ ശിക്ഷ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്ന് നമുക്ക് കരുതാം. നീതി കാക്കേണ്ടവരാണ് പോലീസുകാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ. അതേ പോലീസുകാർ തന്നെ മനുഷ്യന്റെ ജീവൻ എടുത്താലോ? അത്തരമൊരു സംഭവമാണ് തമിഴ്നാട് തൂത്തുക്കുടിയിൽ നടന്നിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. പോലീസിന്റെ മർദ്ദനമാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അനധികൃതമായി മദ്യക്കുപ്പികൾ വിറ്റെന്നാരോപിച്ച് ജൂലൈ 17-നാണ് തൂത്തുക്കുടി അമുദാനഗർ സ്വദേശിയായ 26-കാരനായ എൻ അരുണാചലം എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 120 മദ്യക്കുപ്പികളായിരുന്നു പോലീസ് ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത്. ടാസ്മാക് ഔട്ട്ലെറ്റിലെ സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു ഈ അരുണാചലം. വീട്ടിൽ നിന്ന് പോലീസ് കൊണ്ടുപോകും വരെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന അരുണാചലമാണ് അടുത്ത ദിവസം രാവിലെ മരിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച അരുണാചലത്തെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് കുടുംബം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതായത് ജൂലൈ 18-ന് അരുണാചലത്തെ തൂത്തുക്കുടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ 5 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അരുണാചലം മരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെ മർദ്ദനമാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ യുവാവിന്റെ കുടുംബം ആരോപിക്കുന്നത്. കസ്റ്റഡിയിലിരിക്കെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് അരുണാചലത്തിന്റെ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റിയെന്നാണ് കുടുംബാംഗങ്ങളുടെ ആരോപണം. ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നതിന് മുൻപ് പോലീസുകാർ തന്നെ മർദ്ദിച്ചതിനാലാണ് പരിക്കേറ്റതെന്ന് യുവാവ് പറഞ്ഞിരുന്നതായി ആ കുടുംബം വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മകനെ ഉപദ്രവിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് അരുണാചലത്തിന്റെ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. திடீர்னு 10 நிமிஷத்துல நீங்க டக்குன்னு மொட்டையை போடுங்க, ஆபரேஷன் 10 நிமிஷத்துல பண்ணணும் அப்படின்னாங்க. அது தட்டி பையன் நல்லா பேசிட்டு இருந்தான். போலீஸ்காரங்க இப்ப என்ன சொல்றாங்க? அடிக்கல நின்ன இடத்துல என் பையனுக்கு நீதி வேணும். எனக்கு என் பையன் அந்த பிடிச்ச போலீஸ் எனக்கு வரணும். இப்போ நீதி வேணும், எனக்கு நீதி வேணும், நேர்மை வேணும் எனக்கு. இல்லன்னா நான் பாடி வாங்க மாட்டேன். പോലീസിന്റെ മർദ്ദനത്തെ തുടർന്ന് തന്റെ മകന്റെ തലയിലും കാലുകളിലും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായതായി അരുണാചലത്തിന്റെ അമ്മ പരമേശ്വരി വ്യക്തമാക്കുന്നുണ്ട്. അമുദാനഗറിൽ നിന്നുള്ള ഒരു സ്ഥിരം കുറ്റവാളി കൂടിയാണ് ഈ അരുണാചലം എന്നതും എടുത്തു പറയേണ്ടതാണ്. കള്ളക്കടത്ത് കേസിൽ ഇയാൾ മുൻപ് അറസ്റ്റിലായിരുന്നു. എന്നിരുന്നാലും ഒരാളെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് എത്തിക്കാൻ പോലീസിന് ആരധികാരം കൊടുത്തുവെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.
ഇപ്പോൾ കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിരിക്കുകയാണ് പോലീസ്. ബന്ധുക്കളുടെ ആരോപണത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ. തൂത്തുക്കുടിയിലേതിന് സമാനമായൊരു വാർത്തയാണ് മധ്യപ്രദേശിൽ നിന്ന് വരുന്നത്. അവിടെ ഒരു 40 വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹതയുന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കുടുംബം. കൊലപാതക കുറ്റത്തിന് കേസെടുക്കണമെന്നും പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. മധ്യപ്രദേശിലെ ബാഗേശ്വറിലാണ് 40-കാരനായ ഗോപാൽ റാം എന്ന യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അന്നേ ദിവസം സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗോപാൽ. എന്നാൽ അധികം വൈകാതെ തന്നെ ഗോപാലും സുഹൃത്തുക്കളുമായി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കത്തിലായി. ആ തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്കെത്തി. ഒടുക്കം അതിലൊരാൾ ഗോപാലിനെ ശക്തമായി തള്ളിമാറ്റുകയും ഗോപാൽ റാം തലയിടിച്ച് റോഡിലേക്ക് വീഴുകയുമായിരുന്നു. ആ വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. സംഭവത്തെപ്പറ്റി വിവരം ലഭിച്ച പോലീസ് എത്തി ഇയാളുടെ മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആരോപണവുമായാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. കൂടാതെ ഈ ആക്രമണത്തിൽ മൃതദേഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ബന്ധു ബസന്ത് റാം ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല, തന്റെ സഹോദരനെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണെന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണമെന്നും കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ അവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നുമാണ് ഈ സഹോദരൻ ആവശ്യപ്പെടുന്നത്. फिसल के नहीं गिरे मैम, फिसल के गिरते तो उनके एक जगह पे चोट होती, उनकी तो मैं पूरे शरीर में चोट देख रहा हूँ. तो पूरे शरीर में चोट देखने का मेरा कारण ये भी होता है कि एक फिसलूंगा मैं तो मेरी एक ही जगह चोट लगेगी ना, मैं एक ही जगह पे डेड होऊंगा तो मेरी जगह जगह तो चोट नहीं लगी, उसकी तो जगह जगह में चोट लगी है मैम. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നാണ് മറ്റൊരു ബന്ധു മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രതികരണം. അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു അവരുടെ ആരോപണം. കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിലാക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് ഗോപാലിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. इसमें ये जो घटना हुई है ये आपस में ही साथ में ही खा पी के इन लोगों ने उनके साथ ही मारपीट करके उनको गलत तरीके से उनको चोट लगी तो वहीं पे मर गए. कि इसको मर्डर ही इसको हम कहलाएंगे. ऐसा नहीं कहेंगे कि अपने आप गिरे हैं, अपने आप नहीं गिरे हैं. इनके शरीर में बहुत सारे घाव हैं और नाक मुंह पूरा फोड़ रखा है, दांत तोड़ के हैं और वो हमारे पास फोटोग्राफी पड़ी हुई है और इनको मारा गया है बस. അതേസമയം സംഭവത്തെക്കുറിച്ച് എല്ലാ വശങ്ങളിൽ നിന്നും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അജയ് സാഹ് വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവം നടന്ന സ്ഥലത്തിന് പുറത്തുള്ള കടയുടെ നടത്തിപ്പുകാരനെ അടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകൾ, ബന്ധപ്പെട്ടവരുടെ മൊഴികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിൽ വ്യക്തത തേടുകയാണ് ഇപ്പോൾ പോലീസ്. അന്വേഷണത്തിൽ തെളിവുകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. मिली थी कि गोगिना पानी के पास एक व्यक्ति बेहोश पड़ा हुआ है, जिस पर 112 की सूचना पर हमारी पुलिस की टीम गई, मौके पर पहुंची तो एक व्यक्ति जिसका नाम गोपाल राम था, जिसको मौके से हॉस्पिटल लाया गया. हॉस्पिटल में डॉक्टर द्वारा इसको मृत घोषित किया गया है. इसमें आगे की पंचायतनामे की कार्रवाई की जा रही है तथा अभी तक इसमें अभी कोई तहरीर प्राप्त नहीं हुई है. तहरीर की प्राप्त के आधार पर आगे की कार्रवाई की जाएगी. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറിയാണ് ഈ സംഭവ സ്ഥലമുള്ളത്. ഒരു പ്രധാന റോഡിലാണ് സംഭവം നടന്നതെന്നതിനാൽ പ്രദേശത്ത് വലിയ തരത്തിലുള്ള പരിഭ്രാന്തിയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്ത് പോലീസ് പ്രദേശത്ത് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. വൈകാതെ തന്നെ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ പോലീസ് പിടിയിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. Champions in the arena. Rise from the streets remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പേരുകളിലും മറ്റ് വ്യക്തിഗത വിവരങ്ങളിലുമുള്ള കൃത്യതയാണ്. അപേക്ഷകന്റെ പേര്, ജനനത്തീയതി, ലിംഗഭേദം എന്നിവ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് തുല്യമായി തന്നെ പുതിയ പാൻ അപേക്ഷാ ഫോമിലും പൂരിപ്പിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും അപേക്ഷകൾ നിരസിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവർ തങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തണം. വിവരങ്ങളിലെ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ ആദ്യം തിരുത്തിയ ശേഷമേ പാൻ കാർഡിനായി അപേക്ഷിക്കാവൂ. പാൻ കാർഡും ആധാർ കാർഡും തമ്മിലുള്ള ഈ കർശനമായ കൂടിച്ചേർക്കൽ വഴി രാജ്യത്തെ വ്യാജ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനും അതുവഴി കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാനും സാധിക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന നികുതിദായകർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ഇൻകം ടാക്സ് ലക്നൌവിൽ ശത്രുവിനോടുള്ള പക തീർക്കാനായി ഒരു 80-കാരൻ ഇല്ലാതാക്കിയത് നിരപരാധിയായ മറ്റൊരാളുടെ ജീവനാണ്. ഈ കൊലപാതകം തന്റെ ശത്രുവിന് മേൽ ചാരി അയാളെ കുറ്റവാളിയാക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. എന്നാൽ ഒടുക്കം സത്യം പുറത്തു വന്നിരിക്കുകയാണ്. അന്വേഷണത്തിനൊടുവിൽ 80-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹോബ ജില്ലയിലെ കുൽപഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു സ്ഥലത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. ജയ്പൂർ പട്ടണത്തിലെ ഖാദിയപുര പ്രദേശവാസിയായ കല്ലു ജോഗി എന്ന 80-കാരനാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും മറ്റ് തെളിവുകളും അടക്കമാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. ബലാറ്റിലെ ഫുൽബാഗ് ഹനുമാൻ ക്ഷേത്രത്തിലെ പൂജാരിയായ ഉദിത് നാരായൺ മിശ്രയെ ജൂലൈ 18-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് എത്തിയ മൃതദേഹം ആശുപത്രിയിലെത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ ബാക്കിയായതുകൊണ്ട് തന്നെ ഉദിത് നാരായണന്റെ മകൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുൽപഹാർ പോലീസ് അജ്ഞാതരായ ആളുകൾക്കെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സമീപത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുകയും പ്രദേശവാസികളെ അടക്കം ചോദ്യം ചെയ്യുകയും ചെയ്തു. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ ഡയറിയും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുകയുണ്ടായി. ആ ഡയറിയാണ് ആ അന്വേഷണത്തിൽ നിർണായകമായി മാറിയത്.
जिसमें यह बताया गया था थाना कुलपहाड़ के बेलाताल क्षेत्र में एक फूलबाग हनुमान मंदिर है, वहाँ के जो पुजारी जी थे उदित नारायण मिश्रा जी, उनकी किसी अज्ञात व्यक्ति द्वारा उनके सर पे डंडे से वार करके उनकी हत्या कर दी है। घटना की सेंसिटिविटी देखते हुए तत्काल सीओ कुलपहाड़, एसएचओ कुलपहाड़ और एडिशनल एसपी मौके पर रवाना हुए थे तथा इन सभी अधिकारियों द्वारा घटनास्थल का स्वयं निरीक्षण किया गया था एवं जो भी वहाँ पे साक्ष्य मिल रहे थे उन्हें एकत्रित करने का प्रयास किया गया था। गंभीरता देखते हुए इसमें 5 टीमों का गठन किया गया था, जिसमें थाना कुलपहाड़ की टीम, एसओजी की टीम और सर्विलांस की टीम भी लगाई गई थी। क्योंकि ये ग्राम का एरिया था इसलिए वहाँ पे किसी प्रकार का फुटेजेस वगैरह अवेलेबल नहीं था। पुलिस द्वारा मैनुअली इसमें सभी पुराने विवादों की, पुराने झगड़ों की, वहाँ पे मिलने वाले लोगों की, आने जाने वाले लोगों की गंभीरता से क्रॉस वेरीफाई करते करते अलग अलग तथ्यों पे जांच करी गई एवं साक्ष्य एकत्रित करे गए। തബരിയൻ എന്ന ചെറുഗ്രാമത്തിൽ തന്റെ കൃഷിയിടത്തിൽ കല്ലുജോഗി നിർമ്മിച്ച മുറിയിൽ നിന്നാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ ബലാറ്റിൽ നിവാസിയായ മുൻഷി എന്ന വ്യക്തിയുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും കല്ലുജോഗിക്കുണ്ടായ മുൻവൈരാഗ്യവും പകയുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. മുൻഷിയെ കൊലക്കേസിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കല്ലുജോഗി ഈ പൂജാരിയെ കൊല്ലുന്നതും തുടർന്ന് മുൻഷിയുടെ മേൽ സംശയമുണ്ടാക്കും തരത്തിൽ അവിടെ ഒരു ഡയറി ഉപേക്ഷിച്ചു പോകുന്നത്. മുൻഷിക്കെതിരെ സംശയം ജനിപ്പിക്കും വിധത്തിലുള്ള കാര്യങ്ങളായിരുന്നു ആ ഡയറിയിൽ ഉണ്ടായിരുന്നത് മുഴുവൻ. കല്ലുജോഗി അത്ര നിസ്സാരക്കാരനല്ല എന്നതാണ് മറ്റൊരു വസ്തുത. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ കൂടിയാണ് ഇയാൾ. 2013 നടന്ന ഒരു കൊലപാതക കേസിൽ 2019 മാർച്ച് 30 കോടതി അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 435, 506 വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കേസും ജോഗിയുടെ പേരിലുണ്ട്. പൂർണ്ണമാവുകയാണ്. നമസ്കാരം.